Welcome back, my dear students, on a new lecture on Fourier series. So, in the previous lecture, we have discussed about Fourier sine series and Fourier cosine series. In this lecture, we will be discussing some examples. Okay, so question number 1. Find the Fourier series of f of x is equal to x square, where x belongs to minus pi to pi, and f of x plus 2 pi should be equal to f of x. This is a 2 pi periodic function. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ ഫസ്റ്റ് ചെക്ക് വെദർ ഓർ നോട്ട് ദിസ് ഫംഗ്ഷൻ ഈസ് ഈവൻ ഓർ ഓഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എക്സ് റൈസ് ടു എൻ എൻ ഈവൻ പവേഴ്സ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഈവൻ. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, f of minus x is equal to minus x the whole square, which is actually x square, which is f of x. So f of minus x f of x എപ്പോഴും സെയിം ആണ്. So the function is even. Okay, so the function is even ആണെങ്കിൽ we have f എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ we have already established that Bn is equal to 0 for all n, and the corresponding Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos nx എന്നുള്ളതാണ് നമ്മുടെ ഫോറിയർ സീരീസ്. സോ നമുക്ക് a n-ൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. സോ a naught is equal to 1 by pi integral minus pi to pi f of x dx. That is 1 by pi integral minus pi to pi x square dx. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഫ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 times ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 1 by pi 2 times integral 0 to pi x square dx. ഇവിടെ എക്ക് പകരം എക്സ് സ്ക്വയർ വന്നതേ ഉള്ളൂ. ദിസ് ഈസ് 2 by pi times എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to pi. So substituting 2 by pi upper limit pi cube by 3 minus lower limit 0 cube by 3 which is 0. സോ ഒരു പയ്യും നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 2 pi square by 3. ഓക്കെ, ദാറ്റ്സ് ദി ആൻസർ. സോ എ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു എ എൻ. സോ അടുത്തതായിട്ട് എ എൻ ആണ് കണ്ടെത്തേണ്ടത്. So an is by definition, which is 1 by pi integral minus pi to pi f of x cos nx dx, which is 1 by pi integral minus pi to pi f of x is x square cos nx dx. x square even function ആണ്, cos nx even function ആണ്. So the product of even function is always even. So x square cos nx is an even function. Even functionsൻ്റെ കേസിൽ integral minus a to a f of x dx is 2 times. So this is 1 by pi 2 times integral 0 to pi x square cos nx dx. That is 2 by pi integral 0 to pi x square cos nx dx. Now we have to find the value. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ദാറ്റ്സ് ദി ഐഡിയ.
എപ്പോഴും പോളിനോമിയൽ ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും വരുമ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസിനെ ഫസ്റ്റ് ആയിട്ട് എടുക്കണം. സോ ഹിയർ എക്സ് സ്ക്വയർ ഇസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. സോ 2/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു integral of cos nx. Cos nxൻ്റെ integral is sin nx divided by n from 0 to π minus integral of derivative of first. X square derivative is 2x into integral of second. Cos nx derivative is sin nx divided by n dx. Okay, now this is 2/π in bracket 1/n x square sin nx from 0 to π. നമുക്കിവിടെ 2/n കോമൺ എടുക്കാം, മൈനസ് 2/n. നെക്സ്റ്റ് ഈസ് എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ആസ്, സോ ഇവിടുത്തെ 2/π അതുപോലെ ആദ്യമുണ്ട് 2/π. നമുക്കിവിടെ വേണമെങ്കിൽ ലിമിറ്റ് കൊടുക്കാം. സോ 1/n ഹിയർ ഇറ്റ് ഈസ് ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ഈസ് പൈ. സോ പൈ സ്ക്വയർ സൈൻ nπ മൈനസ് 0 സ്ക്വയർ സൈൻ 0 എന്ന് വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ n ഇൻറ്റു 0 ഈസ് 0. ഓക്കെ, സോ മൈനസ് 2/n ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ഡിവൈഡഡ് ബൈ n. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ്. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ ഈസ് മൈനസ് കോസ് nx ഡിവൈഡഡ് ബൈ n dx. ഓക്കെ, സോ ഇവിടെയും 0 to π. സോ ദിസ് ഈസ് ആക്ച്വലി 2/π 1/n. This is sin nπ is always 0, sin 0 is 0, so this quantity becomes 0. Minus 2/n in bracket ഇവിടെയും നമുക്ക് ഒരു മൈനസ് 1/n കോമൺ എടുക്കാം. മൈനസ് 1/n എക്സ് കോസ് nx, ഹിയർ ദ ലിമിറ്റ് ഈസ് 0 to π. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, മൈനസും പ്ലസ് ഒരു 1/n ഉണ്ട്. സോ പ്ലസ് 1/n. Integral of cos nx is actually sin nx divided by n. The limit 0 to π. So this is 2/π. First part is 0. Minus 2/n. Minus 1/n. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ കോസ് nπ മൈനസ് 0 ഇൻറ്റു കോസ് 0 എന്ന് വരും. പ്ലസ് 1/n. ഇവിടുത്തെ ഒരു എന്നും ഇവിടുത്തെ എന്നൂടാകുമ്പോൾ 1/n സ്ക്വയർ സൈൻ nπ മൈനസ് സൈൻ 0. സൈൻ nπ ഈസ് 0, സൈൻ 0 ഈസ് ആക്ച്വലി 0 ആസ് വെൽ. സോ അത് രണ്ടും പോയി. സോ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഈസ് ആക്ച്വലി ബിക്കംസ് 2/π. ഇവിടുത്തെ മൈനസും നമുക്കിവിടുത്തെ മൈനസ് 2/n മൈനസ് 1/n. കോസ് nπ ഈസ് ആക്ച്വലി മൈനസ് 1 റേസ് ടു n. സോ പൈ ഇൻറ്റു മൈനസ് 1 റേസ് ടു n. 0 ഇൻറ്റു സംതിങ് ഈസ് ഓൾവേസ് 0. പ്ലസ് 1/n സ്ക്വയർ. സൈൻ nπ ഈസ് 0, സൈൻ 0 ഈസ് 0. സോ ദിസ് ഈസ് 0 മൈനസ് 0. സോ ദിസ് ഈസ് 2/π. ഈ പാർട്ട് മൊത്തം 0 ആയിപ്പോവും. ഇവിടെ ഈ മൈനസും പ്ലസ് ആക്കാം നമുക്ക്. 1/n 1/n സ്ക്വയർ. സോ പ്ലസ് 2/n സ്ക്വയർ ഇൻറ്റു പൈ ഇൻറ്റു മൈനസ് 1 റേസ് ടു n. സോ ദാറ്റ്സ് ദ ആൻസർ. സോ ഇവിടെ നമുക്ക്
2 into 2 is 4. 4 by pi n square. സോ ഇവിടുത്തെ ഒരു പയ്യും നമുക്ക് ക്യാൻസൽ ആക്കി കളഞ്ഞാൽ നമുക്ക് പയ്യും വേണ്ട. So 4 by n square into minus 1 raised to n. So this is actually n. So n the value നമുക്ക് കിട്ടി. Now we can substitute in the Fourier series. So the corresponding Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos nx. This is the Fourier series. A naught in the value നമ്മൾ already കണ്ടുപിടിച്ചിട്ടുണ്ട്. A naught in the value 2 pi square by 3. So substituting that, so this is 2 pi square by 3 by 2 plus summation n is equal to 1 to infinity 4 by n square into minus 1 raised to n cos nx. ഇവിടുത്തെ 2 ഉം 2 ഉം ക്യാൻസൽ ആയി കളഞ്ഞാൽ പൈ സ്ക്വയർ ബൈ 3. നമുക്ക് ഇനി n is equal to 1 2 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n is equal to 1 ആകുമ്പോൾ minus 1 raised to 1 is minus 1. 4 by 1 square is 4. So this is actually minus 4 cos x. n is equal to 2 ആകുമ്പോൾ we get 4 by 2 square. Minus 1 raised to 2 is 1 cos 2x. n is equal to 3 ആകുമ്പോൾ minus 1 the whole cube is minus 1. So 4 by minus 4 by 3 square cos 3x. n is equal to 4 ആകുമ്പോൾ this becomes minus 1 raised to n becomes 1. So this becomes plus 4 by 4 square cos 4x minus etc. So this is the general expression. Okay, നമുക്കൊരു പാറ്റേൺ കിട്ടി. ഇവിടെ നമുക്ക് 4 by 1 square എന്ന് എഴുതിയാലും I think that is far better. നമുക്കിതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ 4 കോമൺ എടുക്കാം. Okay, so we can write it as pi square by 3. നമുക്ക് minus 4 കോമൺ എടുത്താൽ so minus 4 times ഇവിടെ cos x minus 1 by 2 square cos 2x plus 1 by 3 square cos 3x minus 1 by 4 square cos 4x plus etc. So this is the Fourier series for f of x is equal to x square. x square എപ്പോഴും continuous function ആയതുകൊണ്ട് this is the Fourier series expansion. Now using this series we can deduce the following expressions. So using question ഒരു supplementary part, using this series deduce 1 pi square by 12 is equal to 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square plus 1 by 5 square plus etc. Okay. So ഇവിടെ നമുക്ക് ഈ സീരീസ് വെച്ചിട്ട് ഈ സീരീസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കേണ്ടത് ഇവിടെ cos x cos 2x ഇവിടെ ഒരു 1 minus 1 by 2 square ഉണ്ട്, ഇവിടെ plus 1 by 3 square ഉണ്ട്, minus 1 by 2. So that is the format of this. ഇതിൻ്റെ ഒരേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് cos എക്സുകളും cos 2xകളും cos 3xകളും cos 4xകളും എല്ലാം 1 ആയിപ്പോയാൽ ഇതിൻ്റെ ഈ 4ൻ്റെ കൂടെ വരുന്ന പാർട്ടാണ് ഈ സീരീസ്. ഓക്കെ, നൗ ദ ഒബ്ജക്റ്റീവ് ഈസ് cos x എപ്പോഴും 0 ആകുന്ന വാല്യൂ എന്താണ്? ഇപ്പോൾ x ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ we get cos x, cos 2x, cos 3x etc. are all cos 0. cos 0 എപ്പോഴും 1 ആണ്. ഓക്കെ, 0 അല്ല 1 ആണ്. സോ ഇതെല്ലാം ഈ cos എക്സും cos 2xും cos 3xും cos 4xും എല്ലാം 1 ആയിപ്പോയാൽ
we get the answer as 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square എന്ന് കിട്ടും. That is the series expansion. So, put x is equal to 0 in the series. Okay. We call it as equation A. എന്നുള്ളതിൻ്റെ. So, f of 0 is left hand side 0 square which is 0. നമ്മുടെ ഫംഗ്ഷൻ പോളിനോമിയൽ ആയതുകൊണ്ട് അത് എപ്പോഴും കണ്ടിന്യൂസ് ആണ്. So, this is pi square by 3 minus 4 into cos 0 is 1, cos 2 into 0 is cos 0 which is 1. So, 1 minus 1 by 2 square plus cos 3 into 0 is cos 0 which is 1 plus 1 by 3 square minus 1 by 4 square plus etc. എന്ന് കിട്ടും. ഓക്കെ. നൗ ഈ നെഗറ്റീവ് പാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ നെഗറ്റീവ് പാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ വി ഗെറ്റ് 4 ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആകും 1 മൈനസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ മൈനസ് 1 ബൈ 4 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ മൈനസ് എക്സെട്ര ഷുഡ് ബി ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3. ഈ 4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ ആസ് 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square plus etc. should be equal to pi square by 3 into 4 which is 12. So, we get the required answer. So, pi square by 12 is equal to this expression. നമുക്ക് x square Fourier series expansion വെച്ച് ചെയ്യാൻ പറ്റും. Now, we have to find another expression which is question number 2. 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus etc. should be equal to pi square by 6. Okay. This is the next thing which we have to find. So, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് 1 ഡിവൈഡ് ബൈ 1 by 2 സ്ക്വയർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസും ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ടേംസ് എല്ലാം പ്ലസ് ആയി കിട്ടണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ. നമുക്ക് എല്ലാ ടേംസും പ്ലസ് ആയി കിട്ടുന്നെങ്കിൽ മാത്രമേ ഇവിടെ 1 പ്ലസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 4 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഇതെല്ലാം കോസ് ഇവിടെ ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് കോസ് ഓഫ് മൈനസ് എക്സ് minus cos x plus 1 by 2 square cos 2x minus 1 by 3 square cos 3x എന്ന ഫോമിലാണ് ഈ സീരീസ് കിടക്കുന്നത്. ഓക്കെ. സോ ലെറ്റ്സ് റീറൈറ്റ് ദ സീരീസ് ആസ് ഹിയർ ദ Fourier series ഈസ് f of x is equal to pi square by 3 നമ്മൾ മൈനസ് 4 by 1 square cos x പ്ലസ് 4 by 2 square cos 2x minus 4 by 3 square cos 3x plus 4 by 4 square cos 4x minus etc. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പാൻഷൻ. സോ ഇവിടെ ഈ നമ്മൾ മൈനസ് അകത്തോടുകൂടെ കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണിത്. നമുക്കിവിടുത്തെ എല്ലാ ടേമും പ്ലസ് ആണ്. ഇവിടെ 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 by 2 സ്ക്വയർ പ്ലസ് ആണ്, 1 by 4 സ്ക്വയർ പ്ലസ് ആണ് എക്സെട്ര. പക്ഷേ 1 by 1 സ്ക്വയർ മൈനസ് ആണ്, 1 by 3 സ്ക്വയർ മൈനസ് ആണ്. അപ്പോൾ കോസ് എക്സുകളെല്ലാം കോസ് എക്സ്, കോസ് 3x, കോസ് 5xകളെല്ലാം മൈനസ് 1 വരണം. കോസ് 2x, കോസ് 4xകളെല്ലാം പ്ലസും വരണം. സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ആൻ എക്സ് സച്ച് ദാറ്റ് കോസ് 2nx ഷുഡ് ബി ഈക്വൽ ടു 1. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് എക്സ് 1 ആയിരിക്കണം. കോസ് 2n plus 1 x ഓഡ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് 1 ആയിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു എക്സ് അറിയാം. എക്സ് ഈസ് ഈക്വൽ ടു പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ കോസ് 2n പൈ എപ്പോഴും 1 ആണ്. കോസ് 2n പ്ലസ് 1 പൈ ഓൾവേസ് മൈനസ് 1 ആണ്. ഓക്കെ. സോ വി ക്യാൻ ഡു ദാറ്റ് ഹിയർ. സോ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു പൈ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് പൈ ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സോ പൈ സ്ക്വയർ ബൈ 3 മൈനസ് 4 by 1 സ്ക്വയർ
cos pi plus 4 by 2 square cos 2 pi minus 4 by 3 square cos 3 pi plus 4 by 4 square cos 4 pi minus etc. This is pi square by 3. Cos pi is minus 1. Minus minus plus. So 4 by 1 square എന്ന് കിട്ടും. 4 by 2 square cos 2 pi is always 1. So this is 4 by 2 square എന്ന് കിട്ടും. Cos 3 pi is actually minus 1. So minus minus plus. So 4 by 3 square എന്ന് കിട്ടും. 4 by cos 4 pi is 1. So this is 4 by 4 square plus etc. So എല്ലാ ടേമും പ്ലസ് ആയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ആക്ച്വലി പൈ സ്ക്വയർ. ഓക്കെ. സോ നമുക്ക് ഇതിൽ നമുക്ക് എഴുതാം. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 ഷുഡ് ബി ഈക്വൽ ടു 4 കോമൺ എടുത്താൽ 4 ഇൻറ്റു 1 by 1 square പ്ലസ് 1 by 2 square പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 ഈസ് ആക്ച്വലി 2 പൈ സ്ക്വയർ ബൈ 3 is equal to 4 into 1 plus 1 by 2 square plus 1 by 3 square plus etc. ഇവിടുത്തെ ഒരു 2 വെട്ടിക്കളയാം. അല്ലെങ്കിൽ ഇതിപ്പോഴത്തോട്ട് വരുമ്പോൾ 2 പൈ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. 4 ഇൻറ്റു 3 2 കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് പൈ സ്ക്വയർ ബൈ 6 ഷുഡ് ബി ഈക്വൽ ടു 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus etc. എന്ന് കിട്ടും. So which is the required answer? So the next thing which we need to find is, next series is 1 plus 1 by 3 square plus 1 by 5 square plus etc. should be equal to pi square by 8. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി രണ്ട് സീരീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. pi square by 12 is equal to 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square plus etc. എന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ pi square by 6 is equal to 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus etc. എന്ന് എടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് സീരീസും സം ചെയ്താൽ ഈ ഈവൻ ടേംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ. ഓഡ് ടേംസ് എല്ലാം 2 ടൈംസ് വരും. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ അകത്ത് ഈവൻ ടേംസ് ഒന്നുമില്ല. 1 by 2 സ്ക്വയർ ഇല്ല, 1 by 4 സ്ക്വയർ ഇല്ല, 1 by 6 സ്ക്വയർ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ആയി പോകണം. അപ്പോൾ അതിനു വേണ്ടി ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്നും ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്നും ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 കൺസിഡർ ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 2 കൺസിഡർ ചെയ്യുമ്പോൾ ഈ കോമൺ ടേംസ് നെഗറ്റീവ് ടേംസ് ഈവൻ ടേംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോകും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് pi square by 12 plus pi square by 6. Right hand side becomes 1 plus 1 is 2. So 1 by 2 square minus 1 by 2 square 1 by 2 square cancelled. 1 by 3 square plus 1 by 3 square is 2 by 3 square. 1 by 4 square cancel ആയിപ്പോൾ 1 by 5 square plus 1 by 5 square is 2 by 5 square plus 2 by 7 square plus etc. So this is the expression. Okay. Now നമുക്ക് ഇത് സം ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി സം ചെയ്യുമ്പോൾ 3 pi square by 12 എന്ന് കിട്ടും. ഓക്കെ. സോ 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു 1 പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് 1 by 5 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 3 pi square by 24 ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ വിച്ച് ഈസ് ആക്ച്വലി pi square by 8 ഷുഡ് ബി ഈക്വൽ ടു 1 പ്ലസ് 1 by 3 സ്ക്വയർ പ്ലസ് 1 by 5 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ആൻസർ. സോ നമുക്ക് ഫൊറിയർ സീരീസ് കൊണ്ട് പല ടൈപ്പ് ഓഫ് സീരീസിൻ്റെ എക്സ്പാൻഷൻസും കണ്ടെത്താൻ സാധിക്കും. സോ താങ്ക് യു.